ഗസ്സ വംശഹത്യക്ക് വഴിവെട്ടിയ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ മൗനം. ജേർണലിസത്തിൻ്റെ ജനപക്ഷമുഖം ജോൺ റഷിംഗ് മുതൽ സാർത്ഥക് സിദ്ധാന്ത് വരെ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. ഗസ്സ വംശഹത്യക്ക് വഴിവെട്ടിയ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ മൗനം. ലോകത്തിന് മുൻപാകെ, നമുക്കെല്ലാം മുൻപാകെ ഒരു ഭീകര രാഷ്ട്രം ഒരു കൂട്ടം മനുഷ്യരെ വളഞ്ഞിട്ട് കൊല്ലുകയാണ്, ആട്ടിപ്പായിക്കുകയാണ്. ബോംബിട്ട് കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, പട്ടിണിക്കിട്ടും മർദ്ദിച്ചുമൊക്കെ കൊല്ലുന്നു. പക്ഷേ ലോകം മൗനത്തിലാണ്. ഇപ്പോൾ മാധ്യമങ്ങളും. കഴിഞ്ഞയാഴ്ച ഇസ്രായേലി മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാകേണ്ടതായിരുന്നു. ഗസ്സയിൽ നിന്ന് അന്നാട്ടുകാരെ വൻതോതിൽ പുറത്താക്കാൻ പോകുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. യുദ്ധക്കുറ്റം, അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെ, ഗസ്സയിൽ ഉണ്ടെന്ന് പറയുന്ന വെടിനിർത്തൽ കരാറിനും ട്രംപ് ഉദ്ഘോഷിച്ച സമാധാന പദ്ധതിക്കും എതിരെ, അധിനിവേശം സംബന്ധിച്ച ജനീവ ചട്ടങ്ങൾക്കും എതിരാണിത്. മനുഷ്യത്വത്തിന് തീർത്തും എതിരെ. നമ്മുടെ കാലത്തെ നാം കണ്ടുനിന്ന ഏറ്റവും കൊടിയ വംശഹത്യ ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, എല്ലാ കരാറും ധാരണയും നിയമവും ലംഘിച്ച് കടക്കുകയാണ് എന്ന്, വംശീയ ഉന്മൂലനത്തിലേക്ക്. പരസ്യമായി ഇസ്രായേൽ ഇത് പറഞ്ഞിട്ടും ആ വാർത്ത അതിൻ്റെ ഗൗരവത്തിൽ മാധ്യമങ്ങളിൽ കണ്ടില്ല. ചട്ടപ്പടി ഔദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്, ശരിയാണ്. വാർത്ത ഏതാനും ചില ഒറ്റപ്പെട്ട മാധ്യമങ്ങളിലുമുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. ഇപ്പോൾ വാർത്ത ഇറാൻ യുദ്ധം, ലെബനാൻ വംശഹത്യ, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ്. ഇതിനിടയ്ക്ക് ഗസ്സയെ ലോകവും ലോകമാധ്യമങ്ങളും മറന്നു. വംശഹത്യയുടെ അടുത്ത ഘട്ടം ഇതാ എത്തി എന്ന് ഇസ്രായേൽ മന്ത്രി പോസ്റ്റ് ചെയ്തിട്ടും ആർക്കും അനക്കമില്ല. ഒരു കാരണം ഭാഷയാണ്. വംശീയ ഉന്മൂലനം എന്ന വാക്കിന് പകരം മയമുള്ള മറ്റൊരു പദപ്രയോഗമാണ് മന്ത്രി നടത്തിയത്. കൂട്ടമായി പുറത്താക്കും എന്ന് പറയുന്നതിന് പകരം പറഞ്ഞത് സ്വമനസാലെയുള്ള ഫലസ്തീൻകാരുടെ ഒഴിഞ്ഞുപോക്ക് വർദ്ധിപ്പിക്കും എന്ന്. ജന്മനാട് സ്വമനസാലെ വിടുകയോ? ഇല്ല, അവരെ അതിന് നിർബന്ധിക്കുന്നുണ്ട് പല രീതികളിൽ. നിരന്തരം ബോംബിട്ടുകൊണ്ട്, ജീവനോടെ കെട്ടിടാവശിഷ്ടങ്ങളിൽ മരിക്കാൻ മനുഷ്യരെ വിട്ടുകൊണ്ട്, കുട്ടികൾ പോലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നിടത്തോളം നരകം സൃഷ്ടിച്ചുകൊണ്ട്, ഊഹിക്കാനാകാത്ത, കണ്ടു നിൽക്കാൻ ഒട്ടും പറ്റാത്ത 1000 ദാരുണമായ വേദന അനുഭവിച്ചുകൊണ്ട്. ഗസ്സയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലും എത്ര ഭയാനകം. ഓരോ കുഞ്ഞും കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ സഹിക്കുന്നു പട്ടിണിയും പരിക്കും, മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന പരിഭ്രാന്തിയും. ഒരു നിമിഷത്തെ സന്തോഷമോ പ്രതീക്ഷയോ അവർക്കില്ല. അവർക്ക് ഭക്ഷണം നൽകാൻ ലോകത്തെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല. അയക്കുന്ന ഭക്ഷണമടക്കം ഇസ്രായേൽ തടയുന്നു. പട്ടിണിക്കിട്ട് പുറത്തു പോകാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അവർക്ക് ആഹാരം നൽകാൻ ലോകത്തിന് കഴിയുന്നില്ല. പൊരിയുന്ന വയറുമായി ഇത്തിരി ഭക്ഷണത്തിന് കാത്തിരുന്ന് നിരാശപ്പെടുന്ന കുഞ്ഞുങ്ങളെത്ര. ഭക്ഷണമില്ല, വെടിയൊച്ച നിലക്കുന്നില്ല, മരണവും ഭയവുമാണ് ചുറ്റും. ആ കുഞ്ഞുങ്ങളുടെ ദൈന്യത കാണാൻ പോലും ആരുമില്ല. ഇവർ എന്ത് തെറ്റാണ് ലോകത്തോട് ചെയ്തത്? സുഭിക്ഷമായി ആഹരിച്ചുറങ്ങുന്ന ലോകം ഇത് കാണാൻ വിസമ്മതിക്കുന്നു, കാണിക്കാൻ മാധ്യമങ്ങളും. സംഘർഷങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങൾ അറിയാതെ പെട്ടുപോകുന്നതാണ് എന്ന് കരുതിയോ? അല്ല, കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞു തന്നെയാണ് എല്ലാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ കുട്ടികളെ കൊല്ലുന്നു, തലക്ക് തന്നെ വെടിവെച്ചുകൊണ്ട്. ഇത് തെളിവുകളോടെ പറയുന്നത് ഇസ്രായേലിനോട് ചായ്വുള്ള BBC തന്നെ. The BBC World Service has compiled material on over 160 cases
where children have been shot in Gaza and found that in 95 cases, the child was shot in the head or the chest. In most of these cases, the victim was under 12 years old. The cases we found run from the first. ഇസ്രായേൽ ഉണ്ടായത് മുതൽ ഗസക്കാർ അഭയാർത്ഥികളാണ്. വർഷങ്ങളായി പലതവണ പലായനം ചെയ്യേണ്ടി വന്നവർ. ഇപ്പോഴത്തെ വംശഹത്യക്കിടയിൽ തന്നെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട് അവർ. എന്നും പലായനത്തിലാണ് അവർ. 1948 മുതൽ സാമ്രാജ്യത്വവും ഇസ്രായേലും അതാണ് അവരോട് ചെയ്യുന്നത്. കൊന്നും ആട്ടിയോടിച്ചും കുടുംബങ്ങളെ വേർപെടുത്തുന്നു, കുട്ടികളെ അനാഥരാക്കുന്നു. ലോകത്തിൽ ഏറ്റവും സാക്ഷരതയുള്ള വിദ്യാസമ്പന്നരുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഗസ. ഇന്ന് അവിടെ സ്കൂൾ കെട്ടിടങ്ങൾ പോലുമില്ല. കുട്ടികൾ പഠിക്കുന്നില്ല, കളിക്കുന്നില്ല. ഭക്ഷണ കേന്ദ്രങ്ങളിലേക്കുള്ള നിത്യസഞ്ചാരത്തിലാണവർ, മുതിർന്നവരും. ലൈവ് സ്ട്രീമായി ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. സർക്കാരുകൾ, രാഷ്ട്രങ്ങൾ, രാഷ്ട്ര നേതാക്കൾ, വിവിധ രാഷ്ട്ര കൂട്ടായ്മകൾ, UN എല്ലാവരും കണ്ടു നിൽക്കുന്നു. ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണെന്ന് UN കീഴിലുള്ള വകുപ്പുകളും വിദഗ്ധരും മനുഷ്യാവകാശ സംഘടനകളും ഊന്നി പറയുന്നുണ്ട്. പോരെങ്കിൽ ഇതാ ഇസ്രായേലികൾ തന്നെ എല്ലാം തുറന്ന് പറയുന്നുമുണ്ട്. ഈ ദൃശ്യം ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ എടുത്തതാണ്. ഗസയെ ഞങ്ങൾ ഇപ്പരുവമാക്കി എന്ന ഊറ്റത്തോടെ പോസ്റ്റ് ചെയ്ത വീഡിയോ. ലോകം ഇത് കാണുന്നു. ഒരു പ്രദേശത്തെ നിരപ്പാക്കി ഉഴുതുമറിച്ച് ലക്ഷങ്ങളെ നിരാലംബരാക്കിയത് കാണാതെയല്ല. ആ നാട് വാസയോഗ്യമല്ലാതാക്കുന്നത് അറിയാതെയല്ല. ഗസയെ അവരൊരു പ്രേതഭൂമിയാക്കി. വെയിലും മഴയും തടുക്കാനാകാത്ത തമ്പുകളിലാണ് ജനങ്ങൾ. ചൂടിൽ നിന്നോ തണുപ്പിൽ നിന്നോ രക്ഷ നൽകാത്ത തമ്പുകളിൽ. ലോകം അവർക്ക് ചെയ്തു കൊടുത്തത് ഇത്രയുമാണ്. ഇസ്രായേൽ അവരെ കുടിയിറക്കി, മറ്റുള്ളവർ അവരെ ടെന്റുകളിലാക്കി. അവർക്ക് സാധ്യമെങ്കിൽ ഉറങ്ങാൻ എലികളും കീടങ്ങളും നിറഞ്ഞ വൃത്തി കുറഞ്ഞ ഇടങ്ങൾ. ഇനി ഇവിടെ നിന്ന് തന്നെയും ആട്ടിയോടിക്കാനാണ് ഇസ്രായേലിൻ്റെ പരിപാടി. ഓടിപ്പോവാൻ വേണ്ടി അവരെ ഇനിയും ഞെരുക്കും. അങ്ങനെ അവർ നിവൃത്തികെട്ട് പിന്നെയും പലായനം ചെയ്യുമ്പോൾ ഇസ്രായേൽ പറയും, ഇതാ അവർ സ്വമനസാലെ പോകുന്നു എന്ന്. BBC ഉപയോഗിച്ച ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഗസയിൽ നിന്ന് ഇസ്രായേൽ ഞെരുക്കി പുറത്താക്കും എന്നല്ല, ഗസക്കാരെ ഇസ്രായേൽ റഫായിലേക്ക് മാറ്റും എന്ന്. നിലപാട് കൊണ്ടും ഭാഷ കൊണ്ടും ഇസ്രായേലിനോട് ചേർന്ന് വംശഹത്യക്ക് വഴിവെട്ടിയവരാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ. നിരവധി ഉദാഹരണങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ചില ഭാഷാ പ്രയോഗങ്ങൾ തന്നെ നോക്കുക. ഒരു വർഷത്തിലേറെയായി ഗസയിൽ കുട്ടികൾ പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. കാരണക്കാർ ഇസ്രായേൽ തന്നെ. പക്ഷെ റിപ്പോർട്ടിൽ CNN പറയുന്നത് ഭക്ഷ്യപ്രതിസന്ധി എന്ന് മാത്രം. വല്ല വരൾച്ചയോ മറ്റോ ഉണ്ടായ പോലെ. ഇസ്രായേലിനെ പറയില്ല. സ്കൈ ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പട്ടിണി വെറും പോഷകാഹാരക്കുറവ് മാത്രം. ഫ്രാൻസ് 24ഉം പോഷകാഹാരക്കുറവ് കുട്ടികളെ ബാധിക്കുന്നതായി പറയുന്നു. പക്ഷേ ഇസ്രായേൽ സഹായം തടയുന്നതാണ് കാരണമെന്ന് അതിൽ നിന്ന് മനസ്സിലാകില്ല. ഇസ്രായേൽ എന്ന പേര് ഒഴിവാക്കി തന്നെ NBC ന്യൂസിൻ്റെ നീണ്ട തലക്കെട്ട്. കുട്ടികൾ മരിക്കുന്നു, പോഷകാഹാരക്കുറവും സഹായം ലഭ്യമാകാത്തതുമാണ് ദുരിതം രൂക്ഷമാക്കുന്നത് എന്നൊക്കെ. കാരണക്കാരെപ്പറ്റി ഒരു സൂചനയുമില്ല. ഇസ്രായേലിൻ്റെ വംശഹത്യക്ക് കവചമായി മാധ്യമങ്ങൾ പ്രവർത്തിച്ചത് എങ്ങനെ എന്ന് വിവരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. 100 കണക്കിന് ലേഖനങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാധ്യമങ്ങളെ സ്വാധീനിച്ച സംഭവങ്ങളും അനേകം. ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് മിറിയം ഫ്രാൻസ്വായുടെ അന്വേഷണത്തിൽ കണ്ട ഒരു കാര്യം, വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് ഗസയിലെ പട്ടിണിയെപ്പറ്റിയുള്ള പരാമർശം ഒഴിവാക്കി കിട്ടാൻ മാത്രമായി ഇസ്രായേൽ $5 കോടി ചെലവാക്കി എന്നത്രേ. ഇസ്രായേലിന് വേണ്ടി പാശ്ചാത്യ മാധ്യമങ്ങൾ തലക്കെട്ടിൽ പോലും ചെയ്യുന്ന സൂത്രപ്പണികളെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുണ്ട് പ്രൊഫസർ അസൽ റാദ്. My name is Asal Rad and I am a historian of the modern Middle East. And since the beginning of this war, and actually before this war, I have been correcting headlines.
as a historian, I know how important narrative and storytelling is. And the way that this story is being told, in the Western media especially, is not right, and it's not accurate. പട്ടിണി എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് മേൽ സമ്മർദ്ദവും സ്വാധീനവും ചെലുത്തുന്നത് നമ്മൾ കണ്ടു. വംശഹത്യ എന്ന വാക്ക് മറയ്ക്കാനും അതിനേക്കാൾ സ്വാധീനം ചെലുത്തുന്നുണ്ടാവണം അവർ. നോക്കുക, ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനയായ ബെത്സലം ഗസയിലേത് വംശഹത്യ തന്നെ എന്ന് പറയുന്നു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ അത് ശരിവെക്കുന്നു. UN മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ പറയുന്നു. ഓക്സ്ഫാമും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സും ലെംകിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമടക്കം അത് തന്നെ പറയുന്നു. ഇസ്രായേൽ ഗസയിൽ ചെയ്യുന്നത് വംശഹത്യ തന്നെ എന്ന് വംശഹത്യാ ഗവേഷകരുടെ ആഗോള സംഘടന പറയുന്നു. 2 ഡസനിലധികം ആധികാരിക സ്ഥാപനങ്ങൾ അക്കാര്യം സ്ഥിരീകരിക്കുമ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ ആ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ജനസൈഡ്, എത്നിക് ക്ലെൻസിംഗ് എന്നീ വാക്കുകൾ ഗസയെപ്പറ്റി പ്രയോഗിക്കരുതെന്ന് ന്യൂയോർക്ക് ടൈംസ് അതിലെ ജേർണലിസ്റ്റുകൾക്ക് രഹസ്യ നിർദ്ദേശം കൊടുത്തിരുന്നു. BBC-യിലും അങ്ങനെ ഉണ്ടെന്ന് അവിടുത്തെ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ചർച്ചയിൽ ആരെങ്കിലും ജനസൈഡ് എന്ന വാക്ക് പറഞ്ഞാൽ ഉടനെ അവതാരകർ ഇടപെടും. This is a genocide happening in front of our eyes. That word is, as you know, incredibly emotive, and the Israelis, as you know, will be saying that they are targeting Hamas only. There's the disproportionate number of pro-Israeli voices on the network's air. BBC തന്നെ ചെയ്യിച്ച ഗസ ഡോക്യുമെൻ്ററി ഇസ്രായേലിന് അനിഷ്ടമുണ്ടാക്കും എന്നതിനാൽ ഉപേക്ഷിച്ച ചരിത്രവും ഉണ്ടല്ലോ. മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇസ്രായേൽ വംശഹത്യക്ക് മറതീർത്തതിന് തെളിവുകൾ അസംഖ്യം. ഈയിടെ ഇറങ്ങിയ ജനസൈഡ് എങ്ങനെ വിറ്റഴിക്കാം, ഹൗ ടു സെൽ എ ജനസൈഡ് എന്ന പുസ്തകത്തിൽ ആഡം എച്ച് ജോൺസൺ ഗസ വംശഹത്യയിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് അനാവരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു കൊടുത്ത ശേഷം മാധ്യമങ്ങൾ ഇസ്രായേലിനെ അത് പൂർത്തിയാക്കാൻ വിട്ട് ഗസയിൽ നിന്ന് ലോക ശ്രദ്ധ തിരിക്കുന്നു. അതിന് പുതിയ യുദ്ധങ്ങൾ ഒഴികഴിവാവുകയും ചെയ്യുന്നു. ഗസയുടെ കാര്യത്തിൽ ലോക സമൂഹവും മാധ്യമങ്ങളും പുലർത്തുന്ന കുറ്റകരമായ മൗനമാണ് UN റാപ്പോർട്ടറായ ഫ്രാൻസിസ്ക ആൽബനീസിൻ്റെ വെൻ ദ വേൾഡ് സ്ലീപ്സ് എന്ന പുതിയ പുസ്തകം. അത് പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ ഇസ്രായേൽ ലോബി ആവുന്നത്ര ശ്രമിച്ചു, നടന്നില്ല. അത് ബെസ്റ്റ് സെല്ലറായി. ഗിഡിയൻ ലെവിയെപ്പോലുള്ള ഇസ്രായേലി പണ്ഡിതരും ഗസ വംശഹത്യ തുറന്നു കാട്ടുന്നുണ്ട്. ലോകമത് കാണുന്നു, പക്ഷേ മൗനം പാലിക്കുന്നു. ഇതാ ഗസക്കാരുടെ ശരീരഭാഗങ്ങളാണ് ഈ ബാഗുകളിൽ. കൊല്ലപ്പെടുന്നവർ, അനാഥരാക്കപ്പെടുന്നവർ. അവർക്ക് ആഘോഷങ്ങളില്ല, സമാധാനത്തോടെ ഉറങ്ങാനാകുന്നില്ല. ഇത് 2023 ഒക്ടോബർ 7 തുടങ്ങിയതാണ് എന്നതും വലിയൊരു നുണയാണ്. അതിനു മുൻപേ ഈ ക്രൂരതകൾ എല്ലാം ഉണ്ടായിരുന്നു. അനേകം ഉദാഹരണങ്ങളുണ്ട്. അവയിലൊന്ന്, ഒരു പിതാവ് കയ്യിലുള്ള പ്ലാസ്റ്റിക് ബാഗ് തുറന്ന് പറയുന്നു, ഇതാ എൻ്റെ മകൻ. ഈ വാർത്ത 2023 എത്രയോ മുൻപ് 2014 ഇന്ന് ഇത്തരം കൊലകൾ ഒരു വംശഹത്യയോളം പെരുകി. ഇത് ലോകം കേൾക്കേണ്ട വാർത്തയാണ്. ആധുനിക ലോകത്തിൻ്റെ നാണക്കേടും പാപവുമാണ്. പക്ഷേ അതിലേക്ക് വഴിവെട്ടിയ മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ല. കുറ്റം ചെയ്യുന്ന അത്ര തന്നെ പാപമാണല്ലോ അതിനെപ്പറ്റി നിശബ്ദത പാലിക്കുന്നത്. വംശഹത്യക്ക് മറതീർത്തത് മാധ്യമങ്ങൾ ചെയ്ത ഒരു തെറ്റ്. അതിൻ്റെ പ്രത്യാഘാതം മുന്നിലെത്തുമ്പോൾ കാണാത്ത മട്ടിലിരിക്കുന്നത് അതിലും വലിയ തെറ്റ്. പങ്കാളിത്തം പോലെ കുറ്റകരമാണ് ഈ മൗനവും.